ഖുർആൻ സ്തുതിച്ച അടിമ എന്ത് അടിമയാകണം? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് അടിമകളെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാനൊരു അടിമ എന്ന് പരിചയപ്പെടും. ഖുർആൻ പറഞ്ഞ അടിമയാണ്. ഒരു ആയത്ത് ഇറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ്. സൂറത്തുൻ നഹൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തരട്ടെ. ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير ومن يأمر بالعدل وهو على صراط مستقيم. അല്ലാഹു പറയുകയാണ്, ഒരടിമയെ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. പടച്ചറപ്പിന്റെ ഖുർആനാണ്, സൂറത്തുൻ നഹ്ലാണ്. അല്ലാഹു പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ചെറുപ്പക്കാരാ, ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. അവൻ ആരെന്നറിയോ? അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി. ഉടമയ്ക്ക് ഭാരമായ അടിമ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അല്ലാഹു പറയുകയാണ്, അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ്. പക്ഷേ അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി. അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള കാരണം എന്താ? അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല. എവിടേക്ക് തിരിഞ്ഞാലും, ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല. അവൻ കുടുംബത്തിനും ഭാരമാ, അവൻ നാടിനും ഭാരമാ, അവൻ വീടിനും ഭാരമാ, അവൻ സമൂഹത്തിന് ശാപമാ. അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു അടിമയാകല്ലേ, ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ. ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക? ആ സമയത്തല്ലേ ദുബൈയിൽ ധാരാളം ഡോളറുകളും ദിർഹമുകളും വാങ്ങിച്ചവരില്ലേ? ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ, ഒരു സാമ്പത്തിക മാന്ദ്യത വന്നപ്പോ, കുറെ തൊഴിലാളികൾ കമ്പനികൾക്ക് ഭാരമായപ്പോ ആ സമയത്ത് കമ്പനി പിരിച്ചുവിട്ടില്ലേ? ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ്, നിങ്ങളെ തീറ്റിപ്പെട്ടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, കൊടുത്തിട്ട് പിരിച്ചുവിട്ടില്ലേ? അല്ലാഹു പറയുകയാണ്, ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ, പടച്ചറപ്പിന് നമ്മളെ ഭാരമായി മാറിയ, പങ്ക് വിളിച്ചാൽ നിസ്കരിക്കുകയില്ല, റമദാനിൽ നോമ്പ് പിടിക്കുകയില്ല, സാമ്പത്തികം കിട്ടിയാൽ സദഖ ചെയ്യുകയില്ല. എല്ലാം എനിക്ക് വേണ്ടി പടച്ചറപ്പ് കുറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ആരെങ്കിലും ഉടമയ്ക്ക് ഭാരമാകുന്ന അടിമയായി മാറിയാൽ അവനെ പിന്നീട് ഉടമ ചെയ്യുന്നിടണ്ട, അവനെ അല്ലാഹു ഡിസ്മിസ് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉടമയ്ക്ക് ഭാരമായ അടിമകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദില്ലതി ലം യുഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فكثروا فيها الفساد. സമൂഹ ഗോത്രത്തെ കണ്ടോ? അവനും എന്റെ അടിമയാ. ആദ് ഗോത്രത്തെ കണ്ടോ? അവനും എന്റെ അടിമയാ. ഫറോവയെ കണ്ടോ? അവനും എന്റെ അടിമയാ. പക്ഷേ ഈ ഭൂമിയിലെ ഒരു കുഴമ്പത്തിന്, ഇവിടത്തെ കുഴപ്പത്തിന് അവരുടെ പണം വിനിയോഗിച്ചപ്പോ അല്ലാഹു കൊടുത്ത പണമല്ലേ അത്? ചെമ്മണ്ണൂരിനാണെങ്കിലും ആരുക്കാണെങ്കിലും ലുലുവിനാണെങ്കിലും പണം കൊടുക്കുന്നതാരാ? വലില്ലാഹി ഖസായിനുസ് സമാവാതി
ആകാശ ഭൂമികളുടെ ഖജനാവില്ല താക്കോല് പടച്ചറപ്പിന്റെ കയ്യിലാ. ആർക്കാണോ പണം കൊടുത്തത് ഓ പണം അവൻ ഫസാദിന് വേണ്ടി വിനിയോഗിച്ച സ്വർണത്തിന്റെ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കണ്ണൂരില് ഫുട്ബോളിന്റെ ദൈവം ഡീഗോ മറഡോണ 24 മിനിറ്റ് സ്റ്റേജിൽ നിന്നപ്പോ 6 കോടി രൂപയാ ചെലവാക്കപ്പെട്ടതെങ്കിൽ ഡീഗോ മറഡോണ എന്ന ഫുട്ബോളിന്റെ ദൈവം അവൻ ആകാശത്തിന്റെ ദൈവമല്ല, ഭൂമിയുടെ ദൈവമല്ല. ഫുട്ബോളിന്റെ ദൈവം 24 മിനിറ്റ് നിന്നപ്പോ 6 കോടി രൂപയാ ചെലവഴിക്കപ്പെട്ടതെങ്കിൽ അല്ല പറയുന്നു എന്തേ സമൂദിനെ നിങ്ങൾ കണ്ടില്ല? കല്ലുനല മൗല, ഉടമയ്ക്ക് ഭാരമായി മാറും. ഉടമയ്ക്ക് ഭാരമായി മാറിയാൽ എന്താ മനുഷ്യന്മാരെ പേടിച്ചു പോയാ? എന്താ പേടിക്കണമല്ലോ. ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും? സൗദി അറേബ്യക്ക് ഭാരമായി അവരാരായി ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങളൊന്ന് ആലോചിക്കുക. എന്താ പണം? ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ല. ഒരു നിമിഷം കൊണ്ട് നിത്താഖത്ത് എന്ന് പറയുന്ന 4 അക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മേൽ മറ്റൊരു തിരിച്ചടിയായില്ലേ? എന്താ ഇവിടെ ഉള്ളത്? കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇവിടെ, പണിത് വെച്ച സ്വപ്നങ്ങൾ ഇവിടെ, എല്ലാം തകർന്ന തരിപ്പണമായി. അവസാനം പിന്നീട് വീടുകളിൽ കൂട്ട നിലവിളിയായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വാതിന് വരുന്നത് ഇപ്പോഴാ. 3 മാസം പെണ്ണുങ്ങൾ വാതിന് വന്നായിട്ട് വരും. കാരണം മാപ്പിളമാട് മുഴുവൻ ഗൾഫിലാ, സൗദിയിലാ. മുഴുവൻ വരുന്ന പേപ്പർ ഉസ്താദെ ദുആ ചെയ്യണം. എന്തിന് 3 മാസത്തേക്ക് അബ്ദുള്ള രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ. കാരണം ഇനി വാതിന്റെ സദസ്സിലെ ദുആ കൊണ്ടല്ലാതെ ചെയ്യില്ലെന്ന് നന്നായിട്ടറിയാം. ലിസീന് പോയി അപ്പോളയിൽ പോയി ഇനി മുയിലാരുടെ ഊത്തല്ലാതെ പറ്റൂലെന്ന് എന്ത് ചെയ്യാം? അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ പറ്റൂ. കാരണം മിക്ക ഖത്തീബന്മാരുടെ റൂം ഖബർസ്ഥാന് നേരെ എതിരെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു ചോദിക്കുന്നു, സമൂദിനെ നിങ്ങൾക്കറിയില്ലേ? ആരാ സമൂദ് ഗോത്രം? ഇനി 2 അടിമകളെ കൂടെ അള്ള പറയുന്നുണ്ട്. വിഷയം അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകും. അവസാനിപ്പിച്ചിട്ട് ഇതൊരായത്ത്. ഉടമയ്ക്ക് ഭാരമായി. ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ്, സമൂദ്, ഇറം, ഫിർഔൻ, ഹാമാൻ, കാറൂൻ, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്. وثمود الذين جابوا الصخر بالواد. സമൂദിനെ നിനക്കറിയില്ലേ? അവര് പാറക്കെട്ടുകൾ കൈവിരലുകൾ കൊണ്ടാണ് തുരന്നിട്ട് വീടുണ്ടാക്കിയത്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേൾക്കണ ചരിത്രമാ. സമൂദ് ഗോത്രമാരാ. അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ അകത്ത് JCBയുടെ പല്ലിലെ JCBന്റെ പല്ല്, JCB ഞാൻ പറഞ്ഞ എന്തോ എനിക്ക് JCB പോണ കാണുമ്പോ എനിക്ക് തോന്നുന്ന വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈയുണ്ടല്ലേ അത്. ഈ JCB റോഡിൽ കൂടെ പോണ കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ ഏതോ ഒരു തക്കവയുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു. കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനെ പിടിച്ചോണ്ടാ പോണാലോ. ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ കൊന്നിട്ട് എപ്പോഴും ഒരു ആമയെ പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക പോകുക. എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും. ഇല്ലേ? ദുബൈയില് ബുർജുൽ അറബ് ടവർ ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശിന്റെ അടയാളമുണ്ട്. അത് പണിത എഞ്ചിനീയർ അമേരിക്കൻ ക്രിസ്ത്യാനിയാണ്. ആ ബുർജുൽ അറബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദുബൈ പിന്നീട് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത്. സൗദി അറേബ്യ നമ്പർ പ്ലേറ്റും വെച്ചുകൊണ്ട് സൗദി അറേബ്യ വണ്ടി കയറ്റൂല, കാരണം കുരിശിന്റെ അടയാളം. അയാൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ എന്ത് വെച്ച് അതുകൊണ്ടല്ലേ KSRTC ബസ് സ്റ്റാൻഡിൽ ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോ കാണും. അത് ഓടിക്കുന്ന ഡ്രൈവർ ആരാ, കണ്ടക്ടർ ആരാന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. പക്ഷെ നമ്മളാരും ഇതിനകത്തോടെ മദീന മക്കയെ വെക്കാറില്ല. നമ്മളെപ്പോഴും മതേതരത്ത് അങ്ങനെ തന്നെ കാത്തു. നിങ്ങൾ ഏതെങ്കിലും KSRTC ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കയുടെ മദീനയുടെ അള്ളാഹ് നോക്കണേ. നമ്മുടെ ബോധമുള്ളവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരെ മിക്ക KSRTC ബസ് സ്റ്റാൻഡിൽ കാണാൻ എത്ര ദൈവങ്ങളുണ്ടാവും? നമ്മൾ ആരുടെയും വിശ്വാസത്തെ മുറിപ്പെടുത്താനുള്ളവരല്ല. നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റാളുടെ വിശ്വാസത്തേക്ക് നമ്മൾ കടക്കാറുമില്ല. അതാണ് മുസ്ലിമിന്റെ പൊതുധാര.
അള്ളാഹു നിലനിർത്തി തരട്ടെ. സമൂത് ഗോത്രം ഞാൻ പറഞ്ഞു. സമൂത് ഗോത്രം കൈ വിരലുകൾ കൊണ്ട് പാറ തുരന്നിട്ട് അതിന്റെ അകത്ത് വീടുണ്ടാക്കി. അതെന്തിനാ? അപ്പൊ വീടിന്റെ മുകളിൽ പറയണ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? ചുമ്മാ പറഞ്ഞു ഇതിപ്പോ പണ്ട് പോലെ നമ്മൾ പഠിക്കണ സമൂതാര അവര് വിരല് മെഴുകു പോലെയാ പാറ തുറന്നു അതിന്റെ അകത്ത് വീട് വെച്ചു. അതിന്റെ മുകളില് വീടിന്റെ മുകളില് എന്തിട്ട് മനുഷ്യന്മാരെ പടച്ചവന് വീടിന്റെ മുകളില് പാറ, വലിയ പാറ. അതെന്തിനാ അങ്ങനെ അവര് വീട് വെച്ചെന്തിന്? ഇതവനെ ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കും ഒന്ന് ചിന്തിക്കണം. പടച്ചോനെ എന്താ അങ്ങനെ വെക്കാൻ കാരണം? ചുമ്മാ പാറ തുറക്കുവോ? ഇല്ലല്ലോ. അപ്പൊ എന്തിനാ തുറന്നേ? അവർക്കറിയാം സരസരിനെ ആത്തിയാ സക്കരകാലീം സബലയാലിൻ വദമാനിയത അയ്യാം റസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർആ. അവരുടെ മുൻഗാമികളായ സമൂഹം ആദുഗോത്രമാ. സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രമല്ലേ ആദുഗോത്രം. ആദുഗോത്രത്തിനോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആദേ ഉടമയ്ക്ക് ഭാരമാകരുത്, അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കരുത്, താന്തോന്നികളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. ആ സമയത്ത് ആദുഗോത്രം അതിനെ തള്ളിക്കളഞ്ഞപ്പോ അല്ലാഹു ആദുഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാ? സഖറഹാലൈഹിം സബഅലയാലിൻ വതമാനിയത അയ്യാം. 7 രാത്രിയും 7 രാത്രിയും 8 പകല് നീണ്ടു നിന്ന പേമാരി തിമിർത്ത് പെയ്തു. ആകാശത്തൊരു മഴ പെയ്തപ്പോ 7 രാത്രിയും 8 പകല് നീണ്ടു നിന്ന മഴ പെയ്തപ്പോ ആ മഴയിൽ വീടുകൾ തകർന്നടിഞ്ഞിട്ട് ആദുഗോത്രക്കാര് നശിച്ചു പോയില്ലയോ? ചത്തുമരച്ചു പോയില്ലയോ? അവർക്ക് ശേഷമാണ് സമൂത് വരിക. തങ്ങളുടെ പിതാമഹന്മാരും മഴ പെയ്തപ്പോ അല്ലാഹു മഴ പെയ്യിപ്പിച്ചപ്പോ അവരുടെ വീടുകൾ തകർന്ന് മരിച്ചെന്നറിഞ്ഞപ്പോ സാലിഹ് നബി സമൂദിനോട് പറഞ്ഞ, സമൂദ് അല്ലാഹുവിനെ തിരസ്കരിക്കരുത്, പടച്ചറപ്പിനെ വലിച്ചെറിയരുത്, അല്ലാഹു നിങ്ങളെ ആദിനെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ, എടാ സാലിഹേ, നിന്റെ അല്ല ഞങ്ങളെ നശിപ്പിക്കില്ലടാ. പാറ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ വീട് വെച്ചിട്ട് ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്താ, ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്താ ഞങ്ങളുടെ വീടുകളിൽ തകരില്ല സാലിഹേ. പാറയുടെ ഉള്ളിലാണ് ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പിനെതിരെ തിരിഞ്ഞ സമൂദ്, എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കുന്നില്ല? നമ്മുടെ കുറെ മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. ജപ്പാനിന് സുനാമി ആഞ്ഞടിച്ചപ്പോ ഇപ്പം വെക്കുന്ന വീടുകൾ ഭൂകമ്പത്തെ തടയാൻ കഴിയുന്ന വീടുകളാണത്രേ. ഏത് ഭൂകമ്പമോ? ഭൂകമ്പത്തെ തടയുന്ന വീടുകൾക്ക് ബോംബെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അനുവാദം കൊടുക്കുകയുള്ളൂ. അമ്മ പിടിച്ചിട്ട് ഭൂമി കുലുക്കിയാൽ തകരാൻ പാടില്ല. സമൂദ് ചെയ്ത അതേ മനോഭാവമല്ലയോ? സമൂദ് വീണ്ടും പുനരാവിഷ്കരിക്കുകയല്ലയോ? ഖുർആൻ പറഞ്ഞ കഥാപാത്രം അവസാനിക്കുകയല്ലല്ലോ. ആ സാലിഹ് നബിയോട് പറഞ്ഞ, സാലിഹേ, അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ പോവുകയാ. വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നിട്ട് പാറക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞ, സാലിഹേ, കഴിയുമെങ്കിൽ നിന്റെ അള്ളയോട് ഞങ്ങളെ നശിപ്പിക്കാൻ പറയടാ. സഹോദരങ്ങളെ പേമാരി പെയ്തില്ല, കാർമേഘം വന്നില്ല, ആകാശം പിളർന്നില്ല, ഭൂമി കുലുങ്ങിയില്ല, ആകാശത്തിരിനാദം മുടങ്ങി. വീടിന്റെ ഉള്ളിൽ പാറക്കെട്ടിന്റെ ഉള്ളിലെ വീടുകൾ അല്ലാഹുവിനെ ഭയക്കാതിരുന്ന സമൂദ് ഗോത്രം അവര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിടഞ്ഞ് വീണുപോയി. ആകാശത്തെ ഇടിനാദത്തിന്റെ ശബ്ദം സഹിക്കാൻ കഴിയാതെ 120 ഹെർട്സിന് മുകളിലോട്ടുള്ള ആവൃത്തിയുള്ള ശബ്ദ തരംഗം അതൊരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല. ആകാശത്തിന് വെള്ളിടി മുടങ്ങിയപ്പോ കൊന്നത്തടിയുടെ വലിപ്പമുള്ള സമൂദ് ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുന്ന സ്ഥലത്തിരുന്നിട്ട് ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മോനെ, മരിക്കില്ലെന്ന് പറഞ്ഞ ഫറോവയും മരിച്ചില്ലേ? പോട്ട് മരിച്ചില്ലേ? ബോംബെയിലെ പാവപ്പെട്ട നിരപരാധികളുടെ റൂഹിനെ പിടിച്ചെടുക്കാൻ പറഞ്ഞ ബാൾട്ടാക്കറിയുടെ റൂഹ് പിടിക്കാനും അസ്രായീൽ വന്നില്ലയോ? ഇവന്റെ റൂഹ് പിടിക്കാൻ ചൂണ്ടിക്കാണിച്ചവന്റെ റൂഹ് പിടിക്കാൻ അള്ള വന്നപ്പോ
മൗല, അവൻ അല്ലാഹുവിനോട് വെച്ച് വേണ്ടാത്തവനായി മാറി. ഐനമായി വജ്ഹുഹു ലാ യഅതി ബിഖൈർ, അവൻ എവിടോട്ട് തിരിഞ്ഞാലും നന്മ ചെയ്യില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെ മഴ പെയ്തില്ല, പിന്നെ ഇടി വെട്ടിയതേ ഉള്ളൂ, ചത്തു, തീർന്നു. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് കഥയില്ല. ഇതാണ് ഖുർആൻ